Hi friends, welcome to another video. ഇന്ന് നമ്മൾ നോക്കുന്ന SSLC എക്സാമിന്റെ എഡിറ്റ് ദ പാസേജ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അഗൈൻ നമുക്ക് ഒരുപാട് പേര് കൂടുതൽ വീഡിയോസ് വേണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് കൂടി ഉള്ളതാണ് ഈ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ അവർക്കായിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ദി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിലത്തെ എഡിറ്റിംഗ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിലെ മെയിൻ റീസൺസും ഇത് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ, അതായത് കംപ്ലീറ്റ് വായിച്ചു പോകുന്നില്ല. അത് എന്തുകൊണ്ടാണ് അവിടെ ആ എഡിറ്റിംഗ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആ ഒരു റെഡ് ലൈൻ കൊടുത്തിട്ടുള്ളത് മിസ്റ്റേക്കാണ്, അതാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഷോർട്ട് സ്റ്റോറി റോട്ട് ബൈ എന്ന് പറയില്ല. എന്താ നമ്മൾ പറയുന്നത്? നമ്മൾ ഇതൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടാവും, പ്രൊഫൈലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോട്ട് ബൈ അല്ല, റിട്ടൺ ബൈ. ഓക്കെ. പിന്നെ ദിസ് എന്ന് പറയുന്നതിന് കൂടെ ആർ യൂസ് ചെയ്യില്ല. അതിന് പകരം എന്താ യൂസ് ചെയ്യേണ്ടത്? ഈസ് ആണ്. ഓക്കെ. ആറ് വന്നു കഴിഞ്ഞാൽ അവിടെ സാധാരണ വരാൻ സാധ്യതയുള്ളത് എന്താണ്? ഈസ് ആണ്. ദിസ് ഈസ്. ഇനി ദീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർ യൂസ് ചെയ്യാം. അടുത്ത് പറഞ്ഞ ഹി ഈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ളത് വാസ് ആണ്. ഇത്തരത്തിലുള്ള ടിപ്സ് നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അടുത്ത് പറഞ്ഞ ഗ്രാൻഡ് ഫാദേഴ്സ്, അവിടെ ഒരു എപ്പോസ്ട്രോഫിയുടെ കുറവുണ്ട്. ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ്, ഗ്രാൻഡ് ഫാദറിൻ്റെ വീട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ്. അപ്പോൾ ൻ്റെ എന്ന് പറയില്ല, ഗ്രാൻഡ് ഫാദറിൻ്റെ എന്ന് പറയുമ്പോൾ എപ്പോസ്ട്രോഫി ഇട്ടിട്ട് വേണം എസ് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ ഫൈറ്റ് എമംഗ് ഗൂസ് ആൻഡ് എ കോബ്ര. എമംഗ് അല്ല, എമംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾക്കിടയിൽ നടത്തും. ഇവിടെ എമംഗ് അല്ല യൂസ് ചെയ്യേണ്ടത്, ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ എമംഗ് ഗൂസ് ആൻഡ് എ കോബ്ര. ഓക്കെ. നെക്സ്റ്റ് വൺ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ചാപ്റ്ററിലത്തതാണ്. വാസ് സിറ്റിംഗ്, ദ ഡോക്ടർ വാസ് സിറ്റിംഗ് അറ്റ് എ ചെയർ. അറ്റ് എ ചെയർ അല്ലല്ലോ, നമ്മൾ ചെയറിൻ്റെ മേലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഓൺ എ ചെയർ. ഓക്കെ. അറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ ഇന്നോ ഓണോ ഒക്കെയാണ് വരാൻ സാധ്യതയുള്ളത്. പിന്നെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണെങ്കിൽ വെർബിൻ്റെ സെക്കൻഡ് ഫോം ആണ് വരാൻ സാധ്യത. എ സ്നേക്ക് ഫോൾ ഓൺ ഹിം, അവൻ്റെ മേത്തേക്കൊരു സ്നേക്ക് വീണു എന്നല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൾ അല്ല, അതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള ഫെൽ ഓൺ ഹിം. ആൻഡ് ഹി ട്രൈഡ് ടു സ്റ്റുഡ് അപ്പ്. ഓക്കെ. ടുവിന് ശേഷം വരേണ്ടത് എപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡ് അല്ല, സ്റ്റാൻഡ് അപ്പ്. ഓക്കെ. ടു സ്റ്റാൻഡ് അപ്പ്. ഓക്കെ. ബട്ട് ഹി കനോട്ട്, ഓടാൻ നോക്കി പക്ഷേ അവന് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല എന്നർത്ഥം. അപ്പോൾ കനോട്ടിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള എന്താ യൂസ് ചെയ്യേണ്ടത്? കുഡ് നോട്ടാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ദ സ്നേക്ക് മൂവ് ടു ദ മിറർ. അവിടെയും വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെർബിൻ്റെ ഏത് ഫോം യൂസ് ചെയ്യണം? വെർബിൻ്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്യണം. ആൻഡ് ഹി റൺ അല്ല, റാൻ ഔട്ട് ഓഫ് ദ ഹൗസ്, നോട്ട് ഇൻ ദ ഹൗസ്, ഓഫ് ദ ഹൗസ്. വീടിന് വെളിയിലേക്ക്, പുറത്തേക്ക് ഓടി. ഓക്കെ. നെക്സ്റ്റ് വൺ ദി അനദർ ലവ്ലി തോട്ട് സ്റ്റക്ക് മീ, ഐ വുഡ് മാരി, ഐ വുഡ് ഗോട്ട്. ഇപ്പോൾ നോക്കുക, വില്ല് വുഡ്, ക്യാന് കുഡ്, ഷാള് ഷുഡ്, ഇതിനൊക്കെ ശേഷം വരുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗോട്ട് എന്ന് പറയുന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോം ആണ്. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വുഡ് ഗെറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത് വരുന്ന പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. ആൻഡ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയില്ല. യൂസ് ചെയ്യുന്നത് AEIOU എന്നുള്ള വവൽ സൗണ്ടിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ആനിന് പകരം എ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. രണ്ടിൻ്റെ അർത്ഥം ഒരു എന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷീ ഹാഡ് ടു ബീൻ അല്ല, ടുവിന് ശേഷം വരേണ്ടത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിട്ടുള്ള ടു ബി ആണ്. എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക, ടുവിന് ശേഷം വരുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമായിരിക്കും, ഒരു ചേഞ്ചും പാടില്ല. അടുത്തത് ഷീ ഷാൾ നോട്ട് ബി ഏബിൾ ടു റൺ എന്ന് പറയില്ല, അവിടെ വരേണ്ടത് ഷുഡ് ആണ്. ഷാൾ വരുന്നുണ്ടെങ്കിൽ അവിടെ വരാൻ സാധ്യത ഷുഡ് ആണ്. വില്ലാണെങ്കിൽ വരാൻ സാധ്യത വുഡ് ആണ്. ക്യാൻ ആണെങ്കിൽ കുഡ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ തരത്തിലുള്ള ഒരു ഐഡിയാസൊക്കെ നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം ഓൾവേസ്. പിന്നെ പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർ എന്ന് പറയുന്ന വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെർബിൻ്റെ സെക്കൻഡ് ഫോം, സ്മിയേർഡ്. ഓക്കെ. പിന്നെ ഐ വെന്റ് ടു മൈ റൂം ടു എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ. ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്സ് പറയില്ല, വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിട്ടുള്ള മൂവ് ആണ് പറയേണ്ടത്. അപ്പോൾ ടു മൂവ്. പിന്നെ പറയുന്നത് എവറിത്തിങ് ഹാഡ് ബീൻ സ്റ്റീൽ. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പാസീവ് വോയിസ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീന് ശേഷം, ബീൻ മാത്രമല്ല, ഈസ്, ആം, ആർ, വാസ്, വേർ, ബി, ബീൻ ആൻഡ് ബീയിങ്, അതിനുശേഷം വരേണ്ടത് വെർബിൻ്റെ തേർഡ് ഫോം ആണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റീൽ, സ്റ്റോളൻ എന്ന് പറയുന്ന സ്റ്റോളൻ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ബട്ട് ഹി ഹാഡ് ലീവ്ഡ് എന്ന് പറയുന്നൊരു വേർഡ് ഇല്ല ആക്ച്വലി. ലീവ്ഡിന് പകരം, അതായത് ലീവിൻ്റെ പാസ്റ്റാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ലീവ്ഡ് അല്ല പാസ്റ്റ് വരുന്നത്, ലെഫ്റ്റ് ആണ്. ഇതിനെ നമ്മൾ ഇറഗുലർ വെർബ് എന്നാണ് പറയുക. ഇറഗുലർ വെർബ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നത് നല്ലതായിരിക്കും. അടുത്ത പ്രൊജക്റ്റ് ടൈഗറിലത്തതാണ്. ഹാസ്, ഹാവ്, ഹാഡ്, അതിനുശേഷം വെർബ് വരുന്നുണ്ടെങ്കിൽ വെർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഹാഡ് ഫിക്സ് ആണ്. ഹാഡ് ഫിക്സ് അല്ല വരേണ്ട, തേർഡ് ഫോം ആയിട്ടുള്ള ഹാഡ് ഫിക്സ്ഡ്. പിന്നെ പറയുന്നത് ഒരു ഏരിയനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദ ഏരിയ ഹും എന്ന് പറയില്ല, ഹും എന്ന് പറയുന്ന വ്യക്തികൾക്കാണ് പറയുന്നത്. ഏരിയ എന്ന് പറയുന്നത് പ്ലേസ് ആയതുകൊണ്ട് അവിടെ വേർ ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് കോളർ മെയ്ഡ് ഓഫ് ടൈഗർ, ഉണ്ടാക്കിയിട്ടുള്ള എന്നുള്ളതാണ്. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് വരുന്നത്. MAID അല്ല MADE ആണ് യൂസ് ചെയ്യുന്നത്. ഉണ്ടാക്കിയിട്ടുള്ള, മെയ്ഡ് ഓഫ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. ദി അതർ എൻഡ് വേർ ടൈഡ് ഫേമിലി അല്ല, ദി അതർ എൻഡ് ഒരു സൈഡേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസ്, സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ വാസും, പ്ലൂരൽ ആണെങ്കിൽ വേറുമാണ് യൂസ് ചെയ്യേണ്ടത്. വാസ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഐ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി, ഇതിൻ്റെ കൂടെയാണ് വാസ് യൂസ് ചെയ്യുന്നത്. യു, ദേ, വി, അതിൻ്റെ കൂടെയാണ് നമ്മൾ വേർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വരുന്ന അടുത്ത ചാപ്റ്ററല്ല, സെയിം ചാപ്റ്ററിൽ തന്നെയാണ് വരുന്നത്. കനോട്ട് കൊടുത്തിട്ടുണ്ട്. കനോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ വരേണ്ടത് കുഡ് നോട്ടാണ്, പാസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ വുഡ് ബി നോട്ട്. വുഡ് ബി നോട്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ അങ്ങോട്ടോട്ട് തെറ്റിയിട്ടേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുന്നത്, വുഡ് നോട്ട് ബി ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഹി വിഷ്ഡ് റേ കമ്മിങ് എന്ന് പറയുന്നത് ഹി വിഷ്ഡ് റേ ടു കം ദ നെക്സ്റ്റ് ഡേ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. കമ്മിങ് ING വരണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അവിടെ ഈസോ, ആമോ, ആറോ അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ ഉണ്ടായിരിക്കണം. പിന്നെ ഇൻകൺവീനിയൻസസ്, കോസസ് എന്ന് പറയുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അത് മാറ്റിയിട്ട് എപ്പോഴും വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണെങ്കിൽ സെക്കൻഡ് ഫോം ആക്കാനായിട്ട് നോക്കുക. വില്ലാണെങ്കിൽ വുഡായിരിക്കും, ക്യാൻ ആണെങ്കിൽ കുഡായിരിക്കും, ഷാൾ ആണെങ്കിൽ ഷുഡായിരിക്കും. ഓക്കെ. പിന്നെ വരുന്ന ഹാസ്, ഹാവ് ഹാഡിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോം. അപ്പോൾ ഹാസ് റോട്ട് അല്ല, റോട്ട് എന്ന് പറയുന്ന സെക്കൻഡ് ഫോം ആണ്, തേർഡ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹാസ് റിട്ടൺ. അടുത്ത് വരുന്ന ഹി വിൽ ബീറ്റ്സ്. ബീറ്റ്സ് എന്ന് പറയില്ല, ബീറ്റ് ആണ് പറയേണ്ടത്. വില്ല്, വുഡ്, ഷാള്, ഷുഡ്, അതിനുശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം. അടുത്ത് വരുന്ന ഹി ഡസിൻറ്റ് ഹാസ്. ഡസിൻറ്റിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമാണ് വരിക, എസ് ഫോം വരില്ല. അതുകൊണ്ട് തന്നെ ഹി ഡസിൻറ്റ് ഹാവ്. പിന്നെ പറഞ്ഞിട്ടുള്ള ടു ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്, ടുവിന് ശേഷം നമ്മൾ പറഞ്ഞു വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ടു ബൈ ആണ് വരേണ്ടത്. ഇനി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലത്തതാണ്. ഐ ആം എ യങ് ഡോക്ടർ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്തല്ലേ, അപ്പോൾ അത് പാസ്റ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ ഐ വാസ്. ഓക്കെ. ആം വരുന്നുണ്ടെങ്കിൽ അവിടെ മിക്കവാറും സാധ്യതയുള്ളത് വാസ് ആയിരിക്കും. ഓക്കെ. പിന്നെ പറഞ്ഞിട്ടുള്ളത് അവിടെ ഐ വാസ് എവൈക്ക് എന്ന് കൊടുത്തിട്ടുള്ളത് അവിടെ അത് പാസീവ് ആണ്. പാസീവ് ആകുമ്പോൾ ഐ വാസ് എവൈക്കൻഡ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഐ ത്രോ എന്ന് പറയുന്ന വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, അത് സെക്കൻഡ് ഫോം ആക്കുക, ത്രൂ ആക്കുക. ആൻഡ് ഗോ എന്ന് പറയുന്നതും വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, അത് സെക്കൻഡ് ഫോം ആക്കുമ്പോൾ വെൻ്റ് ആവും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഫോം ആണെങ്കിൽ തീർച്ചയായിട്ടും അത് സെക്കൻഡ് ഫോം ആക്കിയാൽ മതിയാവും. പിന്നെ എ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന ചാപ്റ്ററിലത്തതാണ്. ഇറ്റ് വാസ് റിയലി എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. REALLY ആണ് പറയുന്നത്. പിന്നെ ഷി വേർ നമ്മൾ പറഞ്ഞു, വേറാണെങ്കിൽ അവിടെ വരാൻ സാധ്യത എന്താണ്, വാസ് ആണ്, ഷി വാസ്. ഓക്കെ. പിന്നെ ലേറ്റർ ഷീ വെൻ അല്ല പറയേണ്ടത്, വെൻ ഷീ ബിഗൻ ടു റൈറ്റ് സ്റ്റോറീസ്, അവൾ എഴുതാൻ തുടങ്ങിയപ്പോൾ എന്നല്ലേ, അപ്പോൾ വെൻ ഷീ ബിഗൻ ടു റൈറ്റ് സ്റ്റോറീസ് എന്നാണ്. ഓക്കെ. പിന്നെ ബൈ ദിസ് സ്റ്റോറീസ് അല്ല, ദിസ് എന്ന് പറയുന്ന സ്റ്റോറി, ദിസ് സ്റ്റോറി എന്ന് പറയാം, സ്റ്റോറീസ് ആയതുകൊണ്ട് ദീസ് സ്റ്റോറീസ്. ഓക്കെ. ഈ സ്റ്റോറി, ഇവ എന്നൊക്കെ പറയല്ലോ, ഒന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ദീസ് എന്നാണ് പറയുന്നത്. ദാറ്റ് ആണെങ്കിൽ അവിടെ വരുന്നത് ദോസ് ആയിരിക്കും. ഓക്കെ. ദിസ് ആണെങ്കിൽ ദീസും, ദാറ്റ് ആണെങ്കിൽ ദോസുമാണ് വരുന്നത്. ഓക്കെ. പിന്നെ സ്റ്റോറി വാട്ട് അബൌട്ട് അല്ല, അബൌട്ട് വാട്ട് ഷീ യൂസ്ഡ് ടു റൈറ്റ്. ഓക്കെ. പിന്നെ വരുന്നത് ഷീ വുഡ് റൈറ്റ് സ്റ്റോറീസ് ദാറ്റ് വാസ് സിമിലർ അല്ല, സ്റ്റോറീസ് അല്ലേ, സ്റ്റോറീസ് എന്ന് പറയുന്ന പ്ലൂരലാണ്, അതുകൊണ്ട് വാസിന് പകരം എന്താവും, വേറാവും. പിന്നെ ഷീ ഹാഡ് റെഡ് വിച്ച് ഹാഡ് വൈറ്റ് സ്കിൻഡ്, ഹൂ അല്ല അവിടെ പറയുന്നത് റീഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല നമ്മളവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഹൂ അല്ല വിച്ചാണ്. മനസ്സിലാക്കി വെക്കുക, ഹൂ ആണെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ളത് വിച്ചാണ്. ഓക്കെ. പിന്നെ ഷീ ഫൈൻഡ് അല്ല, പാസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഫൈൻഡ് എന്ന് പറയുന്ന വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ്, സോ പാസ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ വി വുഡ് ഫീൽ ദാറ്റ്, വി വുഡ് എന്നുള്ളത് എന്തായി മാറും, വില്ലാവും. എഗെയിൻ ഒന്നുകൂടി പറയാം, വില്ലാണെങ്കിൽ വുഡ്, ഷാൾ ആണെങ്കിൽ ഷുഡ്, ക്യാൻ ആണെങ്കിൽ കുഡ് ആവും, മേ ആണെങ്കിൽ മൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇനി വിച്ച് ആണെങ്കിൽ ഹൂ ആയിരിക്കും. പിന്നെ ചില ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കൊടുത്തിട്ടുണ്ടാവാം, ഈ വേർഡിൻ്റെ സ്ട്രക്ചർ തന്നെ മാറി കൊടുത്തിട്ടുണ്ടാവാം, അതും കൂടി ശ്രദ്ധിക്കാം. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ള ഗ്രോ എന്ന് പറയുന്ന വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, അപ്പോൾ ഗ്രൂ സെക്കൻഡ് ഫോം. നൈജീരിയ പ്ലേസ് പറയുമ്പോൾ എപ്പോഴും എഴുതേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ദാറ്റ് ഐ സ്റ്റാർട്ട് റീഡിംഗ് അല്ല, സ്റ്റാർട്ടഡ് റീഡിംഗ് പാസ്റ്റ് ആക്കുക.
പിന്നെ പ്രോബബിലി ഹാപ്പൻ അല്ല, അതും പാസ്റ്റ് ആക്കുക, ഹാപ്പൻഡ്. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. 5 മാർക്ക് വരെ, 4 മുതൽ 5 മാർക്ക് വരെ നിങ്ങൾക്ക് എഡിറ്റിങ്ങിന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഗ്രാമറായിട്ട് എഴുതുന്ന സമയത്തും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുന്നത് ഗോ ആണ്. ഗോ എന്ന് പറയുന്നത് പാസ്റ്റ് ആക്കുക, വെൻ്റ് ആക്കുക. ട്രഡീഷൻ അവിടെ യൂസ് ചെയ്യുന്ന ക്യാരീഡ് ആണ്. ക്യാരി എന്ന് പറയുന്ന വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ്, അപ്പോൾ ക്യാരീഡ്. പിന്നെ ബ്യൂട്ടിഫുൾ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ബ്യൂട്ടിഫുള്ളിൻ്റെ സ്പെല്ലിങ്. പിന്നെ ജാക്കറ്റ് വാസ് അവാർഡ്, ഇവിടെ യൂസ് ചെയ്യുന്ന പാസീവ് ആണ്. നമ്മൾ പറഞ്ഞു പാസീവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈസ്, ആം, ആർ, വാസ്, വേർ, ബി, ബീൻ ആൻഡ് ബീയിങ്. അതിനുശേഷം വരേണ്ടത് വെർബിൻ്റെ തേർഡ് ഫോം ആണ്. 2 കേസുകളിലാണ് സാധാരണ തേർഡ് ഫോം യൂസ് ചെയ്യുന്നത്. ഒന്ന് ഹാസ്, ഹാവ്, ഹാഡ്, അതിനുശേഷം തേർഡ് ഫോം. അല്ലെങ്കിൽ പാസീവ് വോയിസിൽ ഈസ്, ആം, ആർ, വാസ്, വേർ, ബി, ബീൻ ആൻഡ് ബീയിങ്. ഇതിന് ശേഷമാണ് നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്യുന്നത്. വേറൊരു സിറ്റുവേഷനും നമ്മൾ തേർഡ് ഫോം യൂസ് ചെയ്യാറില്ല സാധാരണ. ഓക്കെ, പിന്നെ പറയുന്നത് സ്റ്റുഡൻസ്. സ്റ്റുഡൻറ്റ് വിച്ച് എന്ന് കൊടുത്തിട്ടില്ല, അപ്പോൾ വിച്ച് എന്തായി മാറും എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൂ ആയിട്ട് മാറും. പിന്നെ അവിടെ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. 8 years, 7 ചെവികളല്ലല്ലോ, 7 വർഷങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇയേഴ്സ് സ്പെല്ലിംഗ് ആണ് കറക്ഷൻ വരുന്നത് അവിടെ. പിന്നെ വങ്ക, വങ്കയുടെ ചാപ്റ്ററിലത്തെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. അവിടെ ഇത് തന്നെ ഇറ്റ് വാസ് റിയലി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. പിന്നെ വേർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എന്താ വരേണ്ടത് അവിടെ വാസ് ആണ്. ഓക്കെ, പിന്നെ ഫീൽ ഉണ്ട്, എന്തായിരിക്കണം വെർബിൻ്റെ സെക്കൻഡ് ഫോം ഫെൽറ്റ്. ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് പോസ്റ്റിംഗ്, പോസ്റ്റിംഗ് അല്ല, വെർബിൻ്റെ പാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. റോട്ട് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് പോസ്റ്റഡ് ദ ലെറ്റർ, പോസ്റ്റ് ചെയ്തു. ഓക്കെ, ആ ചാപ്റ്ററിൽ തന്നെ വരുന്ന ഹി സിങ്, സിങ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും സിങ്സ് ആവും. ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അതിനുശേഷം നമ്മൾ സാധാരണ എസ് ഫോം വേണം ആഡ് ചെയ്യാനായിട്ട്. ഹി സിങ്സ്, ഷീ സിങ്സ്, ഇറ്റ് സിങ്സ് ആൻഡ് എവരിബഡി സിങ്സ്. ഐ ഒക്കെ ആണെങ്കിൽ ഐ സിങ്, യു സിങ്, ദേ സിങ്, വി സിങ്. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, ഐ പ്ലേ, യു പ്ലേ, ദേ പ്ലേ, വി പ്ലേ എന്ന് പറയാം. പക്ഷേ he plays, she plays, it plays, everybody plays. Okay, പിന്നെ whenever he comes, in India അല്ല, whenever he comes to India, ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ when he come last year, ലാസ്റ്റ് ഇയർ അല്ലേ, അപ്പോൾ came കഴിഞ്ഞ പോയതാണ്, അപ്പോൾ വെർബിൻ്റെ സെക്കൻഡ് ഫോം. he has bought it from Singapore, അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന had bought ആണ് യൂസ് ചെയ്യേണ്ടത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ when he came last year, he gave me a guitar, അവൻ എനിക്കൊരു ഗിറ്റാർ തന്നു. അതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, അവനത് സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ സിംഗപ്പൂരിൽ നിന്ന് എഴുതിയിട്ടുള്ളതിൽ എസ് സ്മോൾ ലെറ്റർ എഴുതിയിട്ടുള്ള, ശരിക്കും അത് വരേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. ഓക്കെ, അതതിൽ പറയുന്നുണ്ട്. ഓക്കെ, റെഡ് ലെറ്റർ ആണ്, റെഡ് ലെറ്ററിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അത് സിംഗപ്പൂർ എന്ന് പറയുന്നത് എസ് ക്യാപിറ്റലാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് 2 കാര്യങ്ങളും നടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെന്നിരിക്കുക. അതായത് നമ്മൾ പറയുന്നത് 2 പാസ്റ്റ് ഇവൻറ്റ്സ് ആണ് പറയുന്നത് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി, അപ്പോൾ തന്നെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയ സമയത്ത് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഏത് സംഭവം ആദ്യം നടന്നത്? ആദ്യം നമ്മൾ പോയതല്ല, ആദ്യം എന്താ ചെയ്തത്? ആദ്യം ട്രെയിൻ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷമാണ് നമ്മൾ എത്തിയത്. ഞാനവിടെ പോയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ട്രെയിനാണ് ആദ്യം പോയത്. അതുകൊണ്ട് ആദ്യം നടന്ന സംഭവം നമ്മൾ ഹാഡ് V3 വെച്ചിട്ടും രണ്ടാമത് നടന്ന സംഭവം വെർബിൻ്റെ സെക്കൻഡ് ഫോം വെച്ചിട്ട് വേണം പറയാനായിട്ട്. അതുകൊണ്ടാണ് ഹി ഗേവ് മീ എ ഗിറ്റാർ, അവൻ എനിക്കൊരു ഗിറ്റാർ തന്നു. അതെവിടുന്ന് മേടിച്ചിട്ടില്ല? ഹി ഹാഡ് V3, ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം സിംഗപ്പൂർ. ആൻഡ് നെക്സ്റ്റ് വൺ, മിസ് മാലിനി സെഡ് ദാറ്റ് ഷീ കനോട്ട് എന്തായി മാറുന്നു പറഞ്ഞാൽ നമ്മൾ കുഡ് നോട്ട് ആവും. പിന്നെ പറഞ്ഞ ദാറ്റ് ഈവനിങ് ആൻഡ് വുഡ് ബി നോട്ട്, അത് അതിൻ്റെ സ്ട്രക്ചർ മാറ്റിയിട്ട് കൊടുത്തിട്ടുള്ള വുഡ് നോട്ട് ബി ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് മിസ് വീണ അറ്റൻഡിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ വിഷ്ഡ് ആണ്, ഷീ വിഷ്ഡ്. മിസ് വീണ വുഡ് അറ്റൻഡ്, ഇവിടെ വിഷ് ആയതുകൊണ്ട് ഒരു ആഗ്രഹം ഒക്കെ കാണിക്കുന്നതുകൊണ്ടാണ് അവിടെ വുഡ് യൂസ് ചെയ്യുന്നത്. ഇമാജിനറി കണ്ടീഷനാണ്. പിന്നെ കോസസ് പറഞ്ഞിട്ടുണ്ട്, അതെപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, അത് പാസ്റ്റ് ആക്കാനായിട്ട് നോക്കുക, വെർബിൻ്റെ സെക്കൻഡ് ഫോം ആക്കുക. പിന്നെ പറയുന്നത് ദ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഹാസ് ഓർഗനൈസ്ഡ് മെഡിക്കൽ ക്യാമ്പ് ഓഫ് ഹാർട്ട് ഡിസോർഡേഴ്സ് ലാസ്റ്റ് വീക്ക്. ഇവിടെ ലാസ്റ്റ് വീക്ക് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടൈം കൊടുത്തിട്ടുണ്ട്. ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വെർബിൻ്റെ സെക്കൻഡ് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹാസ് ഓർഗനൈസ്ഡ് യൂസ് ചെയ്തില്ല, ഓർഗനൈസ്ഡ് വെർബിൻ്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്യേണ്ടത്. ക്യാമ്പ് ഓഫ് ഹാർട്ട് ഡിസോർഡേഴ്സ് എന്നല്ല, ഫോർ ഹാർട്ട് ഡിസോർഡേഴ്സ് എന്നാണ് പറയേണ്ടത്. പിന്നെ പറയുന്നത് അറ്റൻസ് എന്ന് പറയുന്നത് അത് പാസ്റ്റ് ആക്കണം, അറ്റൻഡഡ്. പിന്നെ ടേൺ അപ്പ് എന്ന് പറയുന്നതും പാസ്റ്റ് ആക്കുക, ടേൺഡ് അപ്പ് ആണ് ആക്കേണ്ടത്. വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണെങ്കിൽ ഡെഫിനറ്റ്ലി മനസ്സിലാക്കി വയ്ക്കുക, അത് വെർബിൻ്റെ പാസ്റ്റ് ആക്കി വയ്ക്കുക, വെർബിൻ്റെ സെക്കൻഡ് ഫോം ആക്കിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അടുത്ത് പറയുന്നത് ചിൽഡ്രൻ യൂഷ്വലി ലൈക്ക്ലി എന്ന് പറഞ്ഞാൽ സാധ്യത എന്നർത്ഥം. ഇവിടെ സാധ്യതയല്ല, ലൈക്കാണ് ഉദ്ദേശിക്കുന്നത്. ചിൽഡ്രൻ യൂഷ്വലി ലൈക്ക് കാർട്ടൂൺസ്.
they are attracting അല്ല they are attracted passive voice ആണ് അവിടെ പറയുന്നത്. പിന്നെ but the youngsters preferred അല്ല prefer എന്നുള്ളതാണ് വെർബിൻ്റെ സെക്കൻഡ് ഫോം ആണ്, അപ്പോൾ അത് ഫസ്റ്റ് ഫോം ആക്കാം. പിന്നെ liking of the elders, gravitating towards some serious stuff. ഓക്കെ, ഗ്രാവിറ്റേറ്റിംഗ് അല്ല gravitate towards some വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് അവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ വരുന്നത് ഐ ലവ്സ്. നമ്മൾ പറഞ്ഞു ഐ യു ദേ വി യുടെ കൂടെയൊക്കെ ലവ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ ഐ ലവ് യു. ഓക്കെ, പിന്നെ യു ലവ് മീ, they love you, we love you എന്നൊക്കെ പറയാം. പക്ഷേ he loves me, she loves me, it loves me and everybody loves me. he, she, it, everybody ആണെന്നുണ്ടെങ്കിൽ എസ് ഫോം ആഡ് ചെയ്യണം. ഐ യു ദേ വി ആണെങ്കിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രം ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മൈ ഫ്രണ്ട്സ് ടെൽ അതെന്താക്കും ടോൾഡ് ആക്കും, വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ്, അത് സെക്കൻഡ് ഫോം ആക്കണം. പിന്നെ മെയ്ക്സ് എന്ന് പറയുന്നത് മെയ്ക്ക് ആക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാജിക് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സ്റ്റോറി ആണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ മെയ്ക്സ് പറയാം, പക്ഷേ ട്രാജിക് സ്റ്റോറീസ് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ മെയ്ക്ക് ആണ് പറയേണ്ടത്. പിന്നെ പറയുന്നു ഐ ക്രൈ ഫോർ എൻ അവർ, ഒരു മണിക്കൂറോളം ഞാൻ കരഞ്ഞു. ഇവിടെ ക്രൈ എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ്, സോ സെക്കൻഡ് ഫോം. സിമ്പിൾ അല്ലേ. മൈ ഫ്രണ്ട് അനീഷ് നെറേറ്റ്, ഫസ്റ്റ് ഫോം ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, നെറേറ്റഡ് പാസ്റ്റ് ആക്കുക, അത്രയേ ഉള്ളൂ. ഓൾ മൈ ഫ്രണ്ട്സ് ആർ അവിടെ പാസീവ് ആണ്, അപ്പോൾ എന്ത് പറയണം, പാസീവ് അല്ല ഓൾ മൈ ഫ്രണ്ട്സ്. ഓക്കെ, ആക്റ്റീവ് വോയിസ് തന്നെയാണ്. ഓൾ മൈ ഫ്രണ്ട്സ് ആർ മോക്കിംഗ് മീ നൗ, ഇപ്പോൾ എന്നെ എല്ലാ ഫ്രണ്ട്സും എന്ത് ചെയ്യുന്നുണ്ട്, മോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥമാണ്, കളിയാക്കുന്നുണ്ട് എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. വെർബിൻ്റെ കൂടെ ഐ എൻ ജി വരുന്ന ഈസെമാർ വാസുവേറൊക്കെ ഉണ്ടെങ്കിൽ വെർബിൻ്റെ കൂടെ ഐ എൻ ജി ആണ്. ആക്റ്റീവ് വോയിസിൽ ഈസെമാർ വാസുവേറിൻ്റെ കൂടെ വെർബിൻ്റെ തേർഡ് ഫോം ആണെങ്കിൽ അത് എന്താണ്, പാസീവ് ആണ്. ഓക്കെ, പിന്നെ ഐ ലൈക്ക് വാച്ച് മൂവീസ് അല്ല ഐ ലൈക്ക് ടു വാച്ച് മൂവീസ് എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഐ ലൈക്ക് വാച്ചിങ് മൂവീസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഐ ലൈക്ക് വാച്ചിങ് മൂവീസ് എന്നുള്ളതാണ്. ഓക്കെ, ഐ യൂഷ്വലി വാച്ചസ് അല്ല ഐ യൂഷ്വലി വാച്ച്, ഐ യു ദേ വി നമ്മൾ നേരത്തെ പറഞ്ഞു, ഐ യു ദേ വിയുടെ കൂടെ വാച്ച്. he, she, it, everybody ആണെങ്കിൽ വാച്ചസ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഐ ഹാവ് സീൻ ദ മൂവി കളർ ഓഫ് പാരഡൈസ് ലാസ്റ്റ് വീക്ക്, അവിടെ ടൈം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വെർബിൻ്റെ സെക്കൻഡ് ഫോം ആണ് പറയേണ്ടത്, ഐ ഹാവ് സീൻ അല്ല ഐ സോ. പിന്നെ ഇറ്റ് ഡയറക്റ്റഡ് അത് വരുന്നത് പാസീവ് ആണ് വരുന്നത്, അത് ഡയറക്റ്റ് ചെയ്തത് ഇദ്ദേഹമാണ് എന്ന് പറയുമ്പോൾ വാസ് ഡയറക്റ്റഡ് എന്നാണ് പറയേണ്ടത്. ഇറ്റ് ഡയറക്റ്റഡ് അല്ല ഇറ്റ് വാസ് ഡയറക്റ്റഡ്, പാസീവ് വോയിസ് ആണ്. അടുത്തത് വരുന്നത് ആൻ വൺ ഡേ എന്ന് പറയില്ല, എന്താ പറയുക, എ വൺ ഡേ മാച്ച്. ആൻ വൺ ഡേ മാച്ച് എന്ന് പറയില്ല, എ വൺ ഡേ മാച്ച്. ഓക്കെ, നമ്മൾ പറഞ്ഞു എ ഇ ഐ ഒ യു അതിൻ്റെ സൗണ്ട് വരുന്ന ആ സൗണ്ട് വരുന്ന വവ്വൽസിൻ്റെ മുന്നെയാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത്. ആൻ ആപ്പിൾ, ആൻ ഓറഞ്ച് എന്നൊക്കെ പറയാം. പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും ആൻ അല്ലേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്, ഓ അല്ലേ, ഓയുടെ മുന്നേ ആണല്ലോ ആൻ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയും. അങ്ങനെയല്ല വരുന്നത്, ശരിക്കും ഇത് പറഞ്ഞു നോക്കിയാൽ മതി. ഇത് നിങ്ങൾ ആ ഒരു റൂളൊന്നും അപ്ലൈ ചെയ്യേണ്ട, നിങ്ങൾ പറഞ്ഞു നോക്കുക. പറഞ്ഞു നോക്കുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റുന്നത് അതായിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, എ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഓക്കെയാണോ അല്ല, എ ആപ്പിൾ ഒരു കട്ടിങ് വരുന്നുണ്ട് അവിടെ. ഓക്കെ, ആൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ അത് സ്മൂത്ത് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിലോ ആൻ ഓറഞ്ച്, യെസ്, എ ഓറഞ്ച് അല്ല ആൻ ഓറഞ്ച്. ഓക്കെ, ആൻ എലിഫൻറ്റ്, ആൻ അമേസിങ് മൂവി. ഓക്കെ, ഇതിനൊക്കെ ഓക്കെ, അല്ലാണ്ട് എ അമേസിങ് മൂവി എന്ന് പറയില്ല നമ്മൾ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ യൂണിയൻ ആണെങ്കിലോ ശരിക്കും യു അല്ലേ വരുന്നത്, അപ്പോൾ ആൻ യൂണിയൻ അല്ലേ പറയണ്ടേ. പക്ഷേ രണ്ട് പറഞ്ഞു നോക്കിയേ, എ യൂണിയൻ ആൻ യൂണിയൻ, അപ്പോൾ ഏതാ സുഖം പറയാനായിട്ട്, എ അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിവിടെ പറഞ്ഞു നോക്കിയേ ആൻ വൺ ഡേ മാച്ച് ഓർ എ വൺ ഡേ മാച്ച്, എ വൺ ഡേ മാച്ച് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊക്കെ ഒരു ചേഞ്ചസ് വരുന്നത്. പിന്നെ ഈസ് വന്നിട്ടുണ്ട് അവിടെ, ഈസ് ആണെങ്കിൽ വാസായിരിക്കും, അതൊന്നുകൂടി പറയാം, ഈസ് ആണെങ്കിൽ വാസായിരിക്കും അവിടെ വരുന്നത്. വാസാണെങ്കിൽ ചിലപ്പോൾ വേറായിരിക്കാൻ സാധ്യതയുണ്ട്, ആറാണെങ്കിലും വേറാവാൻ സാധ്യതയുണ്ട്, ഹാസ് ആണെങ്കിൽ ഹാവ് ആവാനും ഹാഡ് ആവാനും വെർബിൻ്റെ സെക്കൻഡ് ഫോം ആവാനൊക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ ടിപ്സ് നിങ്ങൾ കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് വീക്ക് അറ്റ് കൊച്ചി, അറ്റ് പറയുന്ന ചെറിയ സ്ഥലങ്ങൾക്കാണ്, അതായത് രണ്ട് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ഥലം പറയാനായിട്ട് അറ്റും വലിയ സ്ഥലം പറയാനായിട്ട് ഇന്നും ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഒറ്റ സ്ഥലം മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇൻ കൊച്ചി എന്ന് പറയാം. ഓക്കെ, പിന്നെ പറയുന്നത് ടേൺ അപ്പ് എന്ന് പറയുന്ന വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, ടേൺ അപ്പ് യൂസ് ചെയ്തു. വെദർ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, WEATHER ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ദ ക്രിക്കറ്റ് ഒഫീഷ്യൽസ് ഗീവ് ബാക്ക് അല്ല അവിടെ വെർബ് ഫ്യൂച്ചറാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് മന്ത് അല്ലേ, ദ ക്രിക്കറ്റ് ഒഫീഷ്യൽസ് വിൽ ഗീവ് ബാക്ക് ദ ക്രിക്കറ്റ് ചാർജസ് നെക്സ്റ്റ് മന്ത് ആണ്, അതുകൊണ്ട് നെക്സ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറാണ്, ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വില്ല് വെച്ചിട്ട് വേണം പറയാനായിട്ട്. അടുത്തത് ദ ഫിലിം ഷോ ഹാസ് ബിഗൻ ബിഫോർ വി റീച്ച് ദ സിനിമ ഹാൾ.
ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡാണ് കേട്ടോ. ആദ്യം നടന്നതിൽ നമ്മൾ ഹാഡ് വെച്ചിട്ട് V3 യൂസ് ചെയ്തു, ഹാഡ് ബിഗൺ എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞതിനെ വെർബിൻ്റെ സെക്കൻഡ് ഫോം വെച്ച് പറഞ്ഞു, റീച്ച്ഡ്. ഓക്കെ, പിന്നെ വി ഡയറക്റ്റഡ്, വി വേർ ഡയറക്റ്റഡ് ആണ്, പാസീവ് വോയിസ് ആണ്, വി വേർ ഡയറക്റ്റഡ്. പിന്നെ വൺ ഓഫ് ദ സീറ്റ്, വൺ ഓഫ് ദ സീറ്റ് അല്ല, വൺ ഓഫ് ദ സീറ്റ്സ്, സീറ്റുകളിൽ ഒരെണ്ണം. ഇപ്പം നമ്മളിങ്ങനെ പറയല്ലേ, എൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ എന്ന് പറയുമ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്നാണ് പറയുക. വൺ ഓഫ് മൈ ഫ്രണ്ട് അല്ല, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ വൺ ഓഫ് ദ സീറ്റ്സ് ഇൻ ദ ബാക്ക് റോ. അടുത്തത് ശ്രുതി ആൻഡ് ഹാവ് ഫ്രണ്ട്സ് പ്ലാനിങ്, പ്ലാനഡ്, പ്ലാൻ ചെയ്തു എ ട്രിപ്പ് ഡ്യൂറിങ് ദ സമ്മർ വെക്കേഷൻ. സമ്മർ വെക്കേഷനിൽ അവർ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. പിന്നെ ഗെറ്റ് അവേ ഓഫ് ദ അല്ല, ഗെറ്റ് അവേ ഫ്രം ദ ഹീറ്റ്, ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ്. നൺ ഓഫ് ദം ഈസ് ഏബിൾ ടു സജസ്റ്റ്, ഈസ് അല്ല, ഈസ് ആണെങ്കിൽ എന്ത് പറഞ്ഞ അവിടെ പാസ്റ്റ് ആയിട്ടുള്ള വാസ്. ഓക്കെ, വൺ ഓഫ് ഹെർ ഫ്രണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ യൂസേജ് ആണ്. വൺ ഓഫ് ഹെർ ഫ്രണ്ട് അല്ല പറയേണ്ടത്, വൺ ഓഫ് ഹെർ ഫ്രണ്ട്സ്, ഫ്രണ്ട്സിൽ ഒരാൾ. പിന്നെ പറഞ്ഞ ഹെർ അങ്കിൾ വാസ് ലിവിങ് ദർ. സിൻസ് അല്ലെങ്കിൽ ഫോർ വെച്ച് പറയുന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആണ്. ഇവിടെ അങ്കിൾ ഒരാളായതുകൊണ്ട് നമ്മൾ ഹാസ് ബീൻ യൂസ് ചെയ്തു. അങ്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ഹാവ് ബീൻ ലിവിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് വരുന്ന ഹാവ് റെഡ് ദ സ്റ്റോറി. അപ്പോൾ ഇവിടെ ഹാവ് ആണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ 2017 എന്ന് പറയുന്ന ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്, റീഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാവ് റെഡ് അല്ല, റീഡ്. ഇവിടെ ഇപ്പോൾ ഇൻ 2017 ഇല്ലെങ്കിൽ നമുക്ക് ആ സെൻറ്റൻസ് കറക്റ്റാണ്. ഐ ഹാവ് റെഡ് ദ സ്റ്റോറി വങ്ക എന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷേ ആ ഒരു ടൈമും കൂടി വരുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ വെർബിൻ്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇറ്റ് പബ്ലിഷ്ഡ് അല്ല, ഇറ്റ് വാസ് പബ്ലിഷ്ഡ്, പാസീവ് ആണ്. ഐ യൂഷ്വലി റീഡിങ് അല്ല, ഐ യൂഷ്വലി റീഡ്. ഓക്കെ, പിന്നെ വരുന്നത് നൗ ഐ ആം റീഡിങ്, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് നൗ ഐ ആം റീഡിങ്. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ING വെച്ച് പറയുന്നത്. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നതാണ് ഐ ആം റീഡിങ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ആൻഡ് നെക്സ്റ്റ് വൺ, ദ കാർഗിൽ വാർ ഈസ് ഫോട്ട്. ഈസ് ഫോട്ട് അല്ല, വാസ് ഫോട്ട്, പാസ്റ്റ് ആണ്. മൈ പ്ലേസ് ഹാസ് ബീൻ, എന്തായിരുന്നു, സോൾജേഴ്സ് ഫ്രം മൈ പ്ലേസ്, ഹാസ് ബീൻ അല്ല, സോൾജേഴ്സ് അല്ലേ. അവിടെ പറയുന്ന ഹാഡ് ബീൻ കിൽഡ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വൺ ഓഫ് ദ സോൾജേഴ്സ് ഫ്രം മൈ പ്ലേസ് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ വാർ. ഐ വെൻറ്റ് ടു ഹിസ് ഹൗസ്, എവറിബഡി ലെഫ്റ്റ് ദ പ്ലേസ്. ഓക്കെ, ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ആദ്യം നടന്ന കാര്യം ഹാഡ് വെച്ചിട്ട് എന്ത് യൂസ് ചെയ്യണം, ഹാഡ് വെച്ചിട്ട് V3യും, അതുപോലെ തന്നെ രണ്ടാമത് നടന്ന കാര്യമാണെങ്കിൽ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ പറയുന്നത് വെൻ്റ് ആണ്, വെൻ്റല്ല യൂസ് ചെയ്യേണ്ടത്, ഹാഡ് ഗോൺ, പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് മുന്നത്തെ കാര്യമായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു യൂസേജ് പറയുന്നത്. ഹാഡ് ബീൻ കിൽഡും അതുപോലെ തന്നെ ഹാഡ് ഗോണും ഒക്കെ പറയുന്നത് കുറേ മുന്നേ നടന്നിട്ടുള്ള ഇതാണ്. അതിനിപ്പോൾ എഫക്റ്റ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ എവരിബഡി ലെഫ്റ്റ് ദ പ്ലേസ് ആഫ്റ്റർ ദ ഡെഡ് ബോഡി ക്രിമേറ്റഡ്, ക്രിമേറ്റഡ്, ഹാഡ് ബീൻ ക്രിമേറ്റഡ്, അതും പാസീവ് വോയിസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ ഉള്ള എല്ലാതും ഇല്ല, ഒരെണ്ണം ഒഴികെ ബാക്കിയുള്ളതൊക്കെ പാസീവാണ്. 1, 2, 4 ഇത് പാസീവാണ്. 3 മാത്രമാണ് ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസ് വരുന്നത്. ഇത്ര ടഫായിട്ടുള്ള വരാൻ സാധ്യത കുറവാണ്. എങ്കിൽ കൂടി പാസീവ് വോയിസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ പാസീവ് വോയിസിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാസീവ് വോയിസ് ശ്രീജിത്ത് കെ ശ്രീനി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അതുകൂടി നിങ്ങൾ കാണാനായിട്ട് നോക്കുക. പിന്നെ പറയുന്നത് ടുവിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ടു, ടുക്ക് അല്ല, ടു ടേക്ക്. പിന്നെ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നു, വിച്ച് അല്ല, ഹൂ അല്ലേ. ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ആളുകളല്ലേ, അതുകൊണ്ട് തന്നെ ഹൂ. പിന്നെ ഓവർടേക്ക്, ഇൻ ദ ലെഫ്റ്റ് സൈഡ് അല്ല, ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓൺ സിറ്റി റോഡ്സ്. ഓൾ ഡ്രൈവർ അല്ല, ഓൾ ഡ്രൈവേഴ്സ്, എല്ലാ ഡ്രൈവർമാരും. വിൽ ബി പണിഷ്, പാസീവ് ആണ്. പാസീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വെർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. പനിഷ്ഡ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, PUNISHED ആണ്. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്തു. എന്തായാലും എഡിറ്റിംഗ് ചെയ്യുന്നതല്ലേ, അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തേക്ക്. പനിഷ്ഡ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങളിതൊക്കെ എഴുതിയെടുക്കുന്നുണ്ട് എന്നുള്ളത് നോക്കട്ടെ. ആക്ച്വലി റിയലി സോറി ഫോർ കമ്മിറ്റിംഗ് ദീസ് കൈൻഡ്സ് ഓഫ് മിസ്റ്റേക്ക്. ഇത് പക്ഷേ വളരെ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. ആക്ച്വലി ഞാൻ ടീച്ചറാണ്, അപ്പോൾ ടൈമൊന്നും കിട്ടാറില്ല. പക്ഷേ എങ്കിൽ കൂടിയിട്ട് നമുക്ക് ഒരുപാട് സജഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. പനിഷ്ഡ് എന്ന് പറയുന്നത് PUNISHED ആണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിരുന്നു ഇപ്പോൾ തന്നെ. ഇപ്പോൾ ബേസിക് ആയിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണെങ്കിൽ അവിടെ വരാൻ സാധ്യത വെർബിൻ്റെ സെക്കൻഡ് ഫോം ആയിരിക്കും. ഓക്കെ, വില്ലാണെങ്കിൽ വുഡ് ആയിരിക്കും, ക്യാൻ ആണെങ്കിൽ കുഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഷാൾ ആണെങ്കിൽ ഷുഡ് ആയിരിക്കും. ഈസ്, ആം, ആറ്, വാസ്, വേറ്, ബി, ബീൻ. ഇതിന് ശേഷം ആക്റ്റീവ് വോയിസിലാണെങ്കിൽ വെർബിൻ്റെ കൂടെ INGയും, ഈസ്, ആം, ആറ്, വാസ്, വേറ്, ബി, ബീൻ, ബീയിങ്. അതിനുശേഷം വെർബിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്യുന്നത് പാസീവ് വോയിസിലുമാണ്. ടുവിന് ശേഷം വരുന്നത് എപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും, അതിൽ ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ, വാസൊക്കെ വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ വരാൻ സാധ്യതയുള്ളത് വേറെ ആയിരിക്കും. ഓക്കെ,
പിന്നെ പറയുന്നത് എന്തായിരുന്നു, പിന്നെ രണ്ട് പാസ്റ്റ് ഇവൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, രണ്ട് കാര്യങ്ങൾ മുന്നേ നടന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നടന്നതിനെ നമ്മൾ ഹാഡ് പ്ലസ് V3 എന്നുള്ള രീതിയിലും രണ്ടാമത് നടന്നതിനെ നമ്മൾ വെർബിൻ്റെ സെക്കൻഡ് ഫോമിലുമാണ് പറയേണ്ടത്. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ഫ്രേസ് തന്നെ ജംബിൾഡ് ഓർഡറിൽ തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ളതാണ് നമുക്ക് SSLCക്ക് വരുന്ന എഡിറ്റിംഗ്. ഓക്കെ, സോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുകയോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, അതൊക്കെ ചെയ്യാം. And that's all for today. Thank you so much for watching this video. And നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു, നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് നാളെ പൊരിക്കും നല്ല സൂപ്പറായിട്ട് എഴുതാനായിട്ട് നോക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.